ആളുകളുടെ മൂർച്ചയുള്ള പരാമർശങ്ങളെ ഒരിക്കലും ഭയപ്പെടരുത്. കാരണം കളിയിൽ കാണികൾ മാത്രമാണ് ശബ്ദമുണ്ടാക്കുന്നത്, കളിക്കാരല്ല. വേഷം കൊണ്ട് ആരെയും അളക്കരുത്. തെരുവിൽ കിടക്കുന്ന കടലാസ് കഷ്ണമാണെങ്കിലും ഒരു പട്ടമായി ആകാശത്തുയർന്നാൽ തല ഉയർത്തി നോക്കേണ്ടി വരും നമുക്ക്. ചിലത് കാണാതിരുന്നാൽ, ചിലത് കേൾക്കാതിരുന്നാൽ, ചിലയിടങ്ങളിൽ നിശബ്ദത പാലിച്ചാൽ ജീവിതം മനോഹരമാകും. വിശ്വാസം, സമയം രണ്ടും ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കുക എന്നത് പ്രയാസകരമാണ്. നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. ചിലർ കൊഴിഞ്ഞു പോകും, ചിലർ കൂടെ കൂടും. അത് സ്വാഭാവികം മാത്രം. പക്ഷെ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത്. വീഴ്ചകൾ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതിലല്ല, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിലാണ് നിങ്ങളുടെ മാഹാത്മ്യം. മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല. ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നത് എന്ന് കാലം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടത് എന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസം ഉണ്ടാകുന്നു. വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. മനുഷ്യർക്ക് മാറ്റം ഉണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലാക്കി ചേർത്തു പിടിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേർ ഉണ്ടാകും. കൊതിച്ച ജീവിതത്തെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉറക്കിക്കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാകേണ്ട സമയത്ത് മനസ്സിലാവില്ല. പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും. അതാണ് നമ്മുടെ എല്ലാം ജീവിതം. വിട്ടുനിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനം ഇല്ലാതെയാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല, മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനുമുള്ള കഴിവാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിരാശയും ദുഃഖവും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് പരതി നോക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷകരമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന വസ്തുതകൾ നിരത്തി ഹൃദയം മന്ത്രിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനാകും. സ്നേഹമെന്നാൽ മനസ്സിലാക്കുക എന്നും അർത്ഥമുണ്ട്. ഒരാളുടെ സാഹചര്യവും സന്ദർഭവും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റ് കൂടുന്നത്. സ്വന്തം കാര്യം ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി മാറുന്നത്. അക്ഷരങ്ങൾ നിരത്തിവെച്ച് എന്തും നമുക്ക് വായിക്കാം. വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ മനസ്സ് മാത്രമാണ്. ഒരു ബന്ധത്തിനായി ഒരിക്കലും യാചിക്കരുത്. നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരെ സ്വീകരിക്കാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നടിക്കുന്നവരെ നിരസിക്കാനും നിങ്ങൾ ധൈര്യപ്പെടുക. ആർക്കും ആരെയും
സ്നേഹിച്ച് മതിയാവില്ല. സ്നേഹം നൽകി ആർക്കും ആരെയും തൃപ്തിപ്പെടുത്താനും ആവില്ല.